എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇവളാണെങ്കിൽ നൈറ്റ് അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു നെക്ലേസ് തപ്പി അവൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഇവൻ ഉറക്കത്തിൽ എന്തൊക്കെയോ പറയാണ്. കാരണം ഇവന് നല്ല പനിയുണ്ടായിരുന്നു. ഇവൻ ഉറക്കത്തിൽ എന്തൊക്കെയോ പറയും പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ ഇവൾക്ക് എന്തോ സംശയം തോന്നിയിട്ട് അവൾ ആ നെക്ലേസ് തപ്പുന്നത് നിർത്തിയിട്ട് അവൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നല്ല പനിയുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ കുട്ടിക്കാലത്ത് ഇവനുണ്ടായ ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കാരണമാണ് ഇവന് നൈറ്റ് മെയർ സംഭവിച്ചിട്ട് പനി വരുന്നതാണ്. ഇവൻ്റെ അമ്മ ഇവൻ്റെ കൺമുമ്പിൽ വച്ചിട്ടാണ് സൂസൈഡ് ചെയ്യുന്നത്. അത് കണ്ടിട്ടുള്ള പേടി കൊണ്ടിട്ടാണ് അവന് രാത്രി പനി വരുന്നതും അവൻ ഉറക്കത്തിൽ എന്തൊക്കെയോ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ വിട്ടു പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അവൻ്റെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അവൾക്ക് അവൻ്റെ അവിടെ നിന്ന് വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. അപ്പോൾ തന്നെ അവളാണെങ്കിൽ ഒരു നനഞ്ഞ ടവലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ ദേഹമൊക്കെ തുടച്ച് കൊടുക്കുകയും അവൻ്റെ കൂടെ നിന്ന് അവനെ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫോണൊക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവൾക്ക് പരിശോധിച്ച് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അവൾ പരിശോധിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നുണ്ട്. അങ്ങനെ അവൾ ഫോൺ ചാർജ് ചെയ്യാൻ പോയപ്പോൾ അവന് പനി ഒട്ടും കുറവില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുള്ളതുകൊണ്ട് അവൾ ആ ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രമിച്ചില്ല. അവനെ തന്നെ കെയർ ചെയ്യുകയും അവൻ്റെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ഉറക്കത്തിൽ പേടിക്കുകയും എന്തൊക്കെയോ പറയുന്നത് കാണുമ്പോൾ ഇവൾക്ക് വല്ലാതെ വിഷമവും സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. ഇവൻ്റെ കണ്ടീഷനെക്കുറിച്ച് ആലോചിച്ചിട്ട് എൻ്റെ അമ്മയോട് ഇവളെ കുറച്ച് പറയാണ് അവൻ ഉറക്കത്തിൽ. അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ്റെ അമ്മയോടാണ് അവൻ ഉറക്കത്തിൽ സംസാരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അവൾക്ക് കൂടുതൽ വിഷമാവുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.